ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്താണ്, ഒരു ആർക്കിൻ്റെ, അതായത് ഇവിടെ റെഡ് കളേർഡ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ മെഷർ തന്നാൽ ആ സർക്കിളിൻ്റെ മറ്റേ ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഈ 120യുടെ പകുതിയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണ അളവ് തന്നിട്ടുണ്ട്. ആ ചാപത്തിൻ്റെ രണ്ടറ്റത്ത് നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക്, ആ ചാപത്തിലെ അല്ലാത്ത മറ്റേ ചാപത്തിലെ ഒരു ബിന്ദുവിലേക്ക് ഒരു കോൺ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് ഈ 120ൻ്റെ പകുതിയായിരിക്കും. അങ്ങനാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെയും ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫിഗറും ഈ ഫിഗറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്ന് ഡയമീറ്റർ ആയിട്ടാണ് വരുന്നത്, വ്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ ഡിഗ്രി എന്ന് എടുക്കുകയാണ്. പിന്നെ നമുക്കറിയാവുന്നത് ഇതെന്ന് പറയുന്ന റേഡിയസ് ആണ്, അഥവാ ആരമാണ്. അതേപോലെ ഈ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്നതും റേഡിയസ് ആണ്, അഥവാ ആരമാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ, ഈ ത്രികോണം എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്, അഥവാ സമപാർശ്വ ത്രികോണമാണ്. അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ പാദകോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഈ ത്രികോണത്തിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്, അഥവാ പുറം കോണാണ്. അപ്പോൾ പുറം കോണിൻ്റെ അളവെന്ന് പറയുന്ന അകത്തെ ദൂരെ കിടക്കുന്ന രണ്ട് കോണുകളുടെ അളവുകളുടെ തുകയാണ്. അപ്പോൾ ഡിഗ്രിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? x+x അഥവാ 2x ഡിഗ്രി എന്ന് എഴുതാം. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ടു ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ x+x എന്ന് പറയുന്നത് 2x. അപ്പോൾ ഇവിടെ 2xന് പകരം 120 വന്നു കഴിഞ്ഞാൽ x എത്രയായിക്കോളും? അതിൻ്റെ പകുതിയായ 60 ഡിഗ്രി ആയിക്കോളും. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ഫിഗറിലും ഈ ഒരു കണ്ടീഷൻ കറക്റ്റാണെന്ന് മനസ്സിലായില്ലേ? അടുത്ത ഫിഗർ നോക്കിക്കേ, ഈ ഫിഗറിനകത്തും സെൻട്രൽ ആംഗിൾ ഡിഗ്രി എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഡിഗ്രി ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എഴുതുകയാണ്. ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മറ്റേ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഒരു ആംഗിൾ അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ ഫിഗറിനെ കുറച്ച് വലുതായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഈ ബ്ലാക്ക് കളർ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ ഒരു എക്സ്ട്രാ ലൈൻ വരച്ചു. അത് വരച്ചത് സെൻട്രൽ കൂടെ തന്നെയാണ്. അതപ്പോൾ ഡയമീറ്റർ ആയിട്ട് വരും, അഥവാ വ്യാസമായിട്ട് വരും. ഇനി ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ ശ്രദ്ധിച്ചോണേ. സെൻറ്ററിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് സെൻറ്ററിലെത്തുന്നു. ആ ഒരു ട്രയാങ്കിളിൽ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഈ രണ്ട് ആംഗിൾസ് തുല്യമാകാൻ കാരണം എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പം ഞാൻ അതിനെ ഡിഗ്രി എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, അതുകൊണ്ട് ഈ അളവുകൾ തുല്യമായിരിക്കും. രണ്ടും ഡിഗ്രി എന്ന് എടുത്തു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഈ കിടക്കുന്നത്, പുറം കോണാണ്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത്, അപ്പോൾ അത് 2x ഡിഗ്രി ആയി. അടുത്ത ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ത്രികോണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എടുത്തു. ഈ ഒരു ട്രയാങ്കിൾ, ഇതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ആംഗിളിനെ ഞാൻ y ഡിഗ്രി എന്ന് എടുക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് y ഡിഗ്രി. ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അഥവാ പുറം കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിഗ്രിയെ ഞാൻ അങ്ങ് മായ്ക്കുകയാണ്. എന്താണ് ഇത്? കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് എന്ത്? 2y അഥവാ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പം നമ്മളിപ്പം ഞാൻ മാർക്ക് ചെയ്തിരുന്ന ആ ഡിഗ്രി എന്ത് വരും? ഡിഗ്രി നമുക്ക് തന്നിരിക്കുന്ന, അതായത് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ടോട്ടൽ 2yയിൽ നിന്ന് 2x സബ്ട്രാക്ട് ചെയ്തതല്ലേ. അപ്പോൾ 2y - 2x ആണ് ഡിഗ്രി. ഇവിടെ 2 കോമൺ ആണല്ലോ, അപ്പോൾ 2 × y - x എന്ന് എഴുതാമല്ലോ അല്ലേ. ഇനി
നമുക്ക് വേണ്ടത് എന്താണ്? ഈ ബ്ലാക്ക് കളേർഡ് ആംഗിളാണ്. എന്ന് പറയുന്നത് ടോട്ടൽ വൈയിൽ നിന്ന് ഇത്രയും ഭാഗം എക്സ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ അതെന്താണ്? വൈ മൈനസ് എക്സ് ആണ് ആ ആംഗിളിൻ്റെ മെഷർ. വൈ മൈനസ് എക്സ്. അപ്പോൾ ഈ 2 × y മൈനസ് എക്സിൻ്റെ നേർ പകുതിയല്ലേ ഈ ഇത്രയും ഭാഗം മാത്രമായിട്ടുള്ളത്. ഞാൻ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗം മാത്രം എന്താണ്? y മൈനസ് എക്സ് ആണ്. അപ്പോൾ ഫിഗർ ഇങ്ങനെ വന്നാലും നമുക്ക് എന്ത് തന്നെയാണ്? സെൻട്രൽ ആംഗിളിൻ്റെ നേർ പകുതിയായിരിക്കും ഈ ആംഗിൾ. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര വന്നോളും? 60 ഡിഗ്രി വന്നോളും. ഇപ്പം നമ്മൾ 3 ടൈപ്പ് ഫിഗർ വരുമ്പോഴും എങ്ങനെ സെയിം മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് പഠിച്ചില്ലേ? ഇനി 4ാമത്തെ ഫിഗർ ഇതാണ്. അതായത് സെൻട്രൽ ആംഗിൾ കണ്ടോ? ആണ് ഈ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സി ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് മറ്റേ ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എത്രയാണ്? ഈ സി ഡിഗ്രി ഏത് ആർക്കിൻ്റെയാണ്? ഈ വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. കണ്ടോ? സെയിം ഷേപ്പ് ഞാൻ അത് പറഞ്ഞിരുന്നു. നമ്മുടെ ഫിഗർ ഇതാണ്. എക്സ്ട്രാ വരയ്ക്കേണ്ടതാണ്. ഞാൻ കളർ മാറ്റി വരച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് സി ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തു. രണ്ടും ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. ഈ 2 ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പോൾ അവയുടെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇതിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും എക്സ് തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇതും ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതിനെ വൈ എന്നും ഇത് വൈ എന്നും എടുത്തു. ഇനി ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പുറം കോണാണ് ഈ കാണുന്ന ഇത്രയും മാത്രം. ഇത് മാത്രം. അത് മാത്രം എത്ര വരും? 2y വരും. അതേപോലെ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പുറം കോണാണ് ഈ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 2x ആയി. അപ്പോൾ ഇത് മുഴുവനും കൂടെ ആണല്ലോ സി ഡിഗ്രി. അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് 2x + 2y ആണ്. അപ്പോൾ അതിനെ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് 2 × x + y എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇവിടെ നോക്കിക്കുക, ഇത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ അത്? അപ്പോൾ x + y അല്ലേ? അതായത് 2 × x + yയുടെ പകുതിയാണ് x + y. അല്ലെങ്കിൽ ഈ സി ഡിഗ്രി 120 ഡിഗ്രി ആണെങ്കിൽ ഇതെത്ര വരും? 60 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഈ 4 തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഏതിലാണെങ്കിലും ഏത് ടൈപ്പ് ഫിഗർ ആണെങ്കിലും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ നേർ പകുതിയായിരിക്കും. സെൻട്രൽ ആംഗിളിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ 4 ഫിഗറിലും ക്വസ്റ്റ്യൻ വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോൺ. ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് വിച്ച് ദ ആർക്ക് മേക്സ് അറ്റ് ദ അതർ 2 പോയിൻറ്റ്സ്. ഇവിടെ ചിത്രത്തിൽ രണ്ടിൻ്റെയും കേന്ദ്രകോണുകൾ തന്നിട്ടുണ്ട്. അത് ആ ചിത്രത്തിൽ വൃത്തത്തിലുണ്ടാക്കിയിരിക്കുന്ന 2 കോണുകളുടെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഏത് ആർക്കിൻ്റെയാണ് നമ്മൾ നോക്കണം. ഏത് ആർക്കിൻ്റെയാണ്? ഈ ഒരു ഷേപ്പിൽ വരുന്ന താഴെയുള്ളത്. അതായത് ഈ ഒരു ഷേപ്പിലുള്ള ഈ ചെറിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 100. അപ്പോൾ ആ ആർക്കിൽ വരുന്ന ആംഗിൾ അല്ല, മറ്റേ ആർക്കിൽ വരുന്ന ആംഗിളാണ് അതിൻ്റെ പകുതി 50 ഡിഗ്രി. ഇത് ശ്രദ്ധിക്കണേ. ആ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു റാ എന്നുള്ളത് തിരിഞ്ഞിരിക്കുക, താഴോട്ടിരിക്കുക. അപ്പോൾ ഈ ഇതാണ് താഴോട്ടിരിക്കുന്ന റാ അല്ലേ? റാ ഷേപ്പിലുള്ളത്. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇത് തമ്മിലാണല്ലോ പകുതി വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ആംഗിൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. ടോട്ടൽ 360 ആ 360ൽ 100 പോയി കഴിഞ്ഞാൽ എത്ര വന്നു? 260. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് റാ ഷേപ്പിൽ വന്നിരിക്കുന്നത് ഏത് ആംഗിളുമായിട്ടാണ്? ആ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി എന്ന് വരുന്നത് ആ റാ ഷേപ്പിൽ കിടക്കുന്ന ഇതാണ്. അപ്പോൾ 260ൻ്റെ പകുതി ഇവിടെ എത്ര വന്നു? 130 വന്നു. ഞാൻ സെയിം കളർ യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഏതൊക്കെ 2 ആംഗിളുകളാണ് കണക്റ്റഡ്. ഏത് സെൻട്രൽ ആംഗിളും ഈ സെൻട്രൽ ആംഗിൾ 100 ഈ 50ഉമായിട്ട്, ഈ സെൻട്രൽ ആംഗിൾ 260 ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ
ഫിഗറിൽ സെൻട്രൽ ആംഗിൾ 240 തന്നിട്ടുണ്ട്. അപ്പോൾ ആ 240 നമുക്ക് റാ ഷേപ്പിൽ കിടക്കുന്നത് ഈ റാ ഷേപ്പിൽ കിടക്കുന്ന ആംഗിളുമായിട്ടാണ് അല്ലേ. അപ്പോൾ 240ൻ്റെ പകുതി ഇവിടെ 120 വന്നു. ഇനി മറ്റേതും കൂടെ കാണണമല്ലോ, മുകളിലത്തെ ആംഗിൾ കാണണം അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ 360 അപ്പോൾ ഇത് ബാക്കി എത്രയുണ്ട്? 120. ഇത് 360 നിന്ന് 360 നിന്ന് 240 പോകുമ്പോൾ ബാക്കി 120 ആണ്. ആ 120യുടെ പകുതി 60 ഇവിടെ വരും. ഇത് രണ്ടുമാണ് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വേറെ മെഷേഴ്സ് എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുക.